ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് സെമസ്റ്ററിൻ്റെ ബികോം BBA ഒരു കോമൺ പേപ്പറാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കൂടി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഓൾറെഡി എല്ലാ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിലെ ഫസ്റ്റ് ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കൂടി നമ്മളൊന്ന് തുടങ്ങി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കുള്ള കണ്ടൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു 5 ചാപ്റ്റേഴ്സാണ്. 5 ചാപ്റ്റേഴ്സാണ് അതിൽ വരുന്നത്. അതിൻ്റെ സിലബസൊക്കെ ഇവിടെ വൈഡായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ചാപ്റ്ററിലേക്കൊന്ന് പോവാം. പ്രൊഫഷണലിസം എന്നാണ് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പ്രൊഫഷണലിസം എന്നുള്ള കാര്യം. ഒരു പ്രൊഫഷണൽ ആവുമ്പം അവർക്ക് വേണ്ട ട്രേഡ്സും ക്വാളിറ്റീസും, ബിസിനസ്സിൽ എങ്ങനെ നമ്മുടെ ആ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാം, പ്രൊഫഷണൽ സ്കില്ലുകൾ എന്താണ്, കമ്മ്യൂണിക്കേഷനിലുള്ള പ്രൊഫഷണലിസം എങ്ങനെ വേണം, സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ്, ഒരു ബിസിനസ്സിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇമെയിലിനൊക്കെ, ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷനും സ്റ്റാൻഡേർഡ്സും ടൈപ്സിനെ കുറിച്ച്, അങ്ങനെ ഒരു ഓവറോൾ ഐഡിയ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ മീനിങ് ആൻഡ് ഡെഫിനേഷനാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ആദ്യം എന്താണ് പ്രൊഫഷണലിസം എന്നുള്ളത് അറിയണം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു എറിക് മൊക്കാൻസ്, പ്രൊഫഷണലിസം ഈസ് സംവൺസ് ഇൻഹെറൻറ്റ് എബിലിറ്റി ടു ഡു what is expected of them and deliver quality work because they are driven to do so. എന്തിനാണ് പ്രൊഫഷണലിസം പറഞ്ഞാൽ? അത് ഓൾറെഡി ഒരാളിലുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു എബിലിറ്റിയാണ്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി വർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ തന്നെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ദ വേ ആൻ ഇൻഡിവിജ്വൽ കണ്ടക്ട് ഹിംസെൽഫ് അറ്റ് എ വർക്ക് ടു റെപ്രസെൻറ്റ് ബോത്ത് ഹിംസെൽഫ് ആൻഡ് ഹിസ് കമ്പനി ഇൻ എ പോസിറ്റീവ് വേ. ഏറ്റവും നല്ലൊരു ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, മീനിങ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തികൾ സ്വന്തമായിട്ടും അവർ ഏത് കമ്പനിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിൻ്റെ ബേസിലും എങ്ങനെ ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് വേയിലേക്ക് അവരുടെ ഓരോ പ്രവർത്തികളെയും കൺവേർട്ട് ചെയ്യൽ തന്നെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് അവരുടെ ബിഹേവിയർ, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ that might be required by an organization. ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ അവരുടെ ക്യാരക്ടറിൽ ബിഹേവിയറിൽ ഒരു സ്റ്റാൻഡേർഡ് അവരുടെ ജോബിനനുസരിച്ച് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൊസിഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ, അത് തന്നെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി അതിലൊരു ബിയോണ്ട് ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റും അപ്പുറത്തേക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. കാരണം അതിൽ പ്രധാനമായിട്ടും റെപ്രസെൻറ്റിംഗ് ദ കമ്പനീസ് വാല്യൂസ്, സെർവിങ് ആസ് എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി. ഏതൊരു ഓർഗനൈസേഷനിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ കമ്പനീനെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂവിനെ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രൊഫഷണലിസ്റ്റിനെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നേച്ചർ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് പ്രൊഫഷണലിസത്തിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസും ബിഹേവിയറൊക്കെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഇഫക്റ്റീവ് പെർഫോമൻസും ഒരു ജോബ് നമ്മൾ അവരെ ഏൽപ്പിക്കുമ്പം എത്രത്തോളം അവർ ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാണ് അയാളുടെ പ്രൊഫഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഒന്ന് സ്പെഷ്യലൈസ്ഡ് നോളേജ്. കാരണം ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, അവരൊക്കെ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനുമായിട്ട് അതിനായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കൊരു പ്രൊഫഷണൽ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു സ്കില്ല് അവരിൽ ഉണ്ടാവുകയും അതിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് അതിനുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ആൻഡ് അതിനനുസരിച്ചുള്ള ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, അതാണ് ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഒരാളാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുക, MBBSന് ജോയിൻ ചെയ്യുക, അത് പഠിക്കുക, അങ്ങനെയാണ്. അപ്പോൾ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നോളജാണ് അവിടെ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രൊഫഷനും അതിനനുസരിച്ചുള്ള ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അവർക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയാവുക എന്നുള്ളത് തന്നെയാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കോമ്പിറ്റൻസിയാണ്.
പ്രൊഫഷണൽസിന് ഗെറ്റ് ദ ജോബ് ഡൺ, അവർക്ക് തന്നിരിക്കുന്ന ആ ജോലി എന്താണോ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം എന്താണ്, അവരെ പ്രോമിസ് കീപ്പ് ചെയ്യുക. അവരെന്ത് പറഞ്ഞിട്ടാണോ ആ ഒരു പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട് അവർ പരമാവധി അവരുടെ കഴിവുകളെ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേഷൻ നോട്ട് സ്യൂട്ടബിൾ ഇൻ ഡെലിവറിങ് ദെയർ പ്രോമിസസ്. ഇനി അവർക്ക് അത് പ്രകാരം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ they manage expectations such as and they do their best to make situation right. നമ്മളൊരു പ്രോമിസ് കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ അവർ ആ പ്രോമിസ് പാലിക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടിയ റോളെങ്കിലും നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഫഷണൽസ് ഒരിക്കലും എക്സ്ക്യൂസസ് പറയില്ല, ബട്ട് ഓൾവേസ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് സൊല്യൂഷൻസ്. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവർ അതിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല. പകരം അതിനെ നേരിട്ടുകൊണ്ട് പുതിയൊരു സൊല്യൂഷനിലേക്ക് പോവുക. അതാണ് അവരുടെ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. പ്രൊഫഷണൽസ് ഹാവ് ടു ഇൻട്രാക്ട് വിത്ത് ക്ലയൻസ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് കോവർക്കേഴ്സ് വിത്ത് കമ്മിറ്റ്മെൻറ്റ് ടു ദ കമ്പനി ആൻഡ് ജോബ്. പ്രൊഫഷണൽസ് എപ്പോഴും അവരുടെ ക്ലയൻറ്റുമായിട്ടും സൂപ്പർവൈസേഴ്സായിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ അവരോട് ഇടപഴകിക്കൊണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റും, ആ കമ്പനി ഏൽപ്പിച്ച ജോലി എന്താണോ അയാൾക്ക് ആ ജോബിനനുസരിച്ച് കമ്പനിയോടും ഈ പറഞ്ഞ ആളുകളോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് സാധാരണ വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഡിസയർ ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ റെപ്യൂട്ടേഷൻ ആസ് എ പ്രൊഫഷണൽ. ഒരു വ്യക്തി ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ ആ കിട്ടിയ ഒരു പോസ്റ്റിൽ അയാൾ ഒരു പ്രൊഫഷണൽ ആണ് എന്ന് മറ്റുള്ളവർക്ക് ഉള്ള ഒരു കാര്യം ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കമ്മിറ്റ്മെൻറ്റും കോൺഫിഡൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ആണ്. ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ആൻഡ് ഫെയർ ഇൻ ഓൾ വർക്ക് ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ടു പ്രൊഫഷണലിസം. ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലികൾ പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റെസ്പോൺസിബിൾ ബിഹേവിയറിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഒരാളുടെ കരിയർ ഫീൽഡിൽ എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ സർവീസ് ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൊഫഷണലിന് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമറെ, അവരുടെ കാര്യങ്ങളെ ലിസൺ ചെയ്യുക. ആൻഡ് ട്രീറ്റ് കസ്റ്റമേഴ്സ് ആർ വാല്യൂഡ് ഇൻഡിവിജ്വൽസ്. ഓരോ കസ്റ്റമേഴ്സിനെയും ഒരു വിലപിടിപ്പുള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ടാണ് അവർ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് അവരുടെ പ്രോബ്ലംസ് കേൾക്കുക, അത് സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റിൽ ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓരോ പ്രൊഫഷണൽസും അവർ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് സത്യസന്ധത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകീകരണ സ്വഭാവം, ഇൻറ്റഗ്രിറ്റി, എല്ലാറ്റിനെയും ഐക്യത്തോട് കൂടിയിട്ട് പോവാം. ദേ കീപ് ദെയർ വേർഡ്. അവർ ആർക്കാണോ ഒരു പ്രോമിസ് കൊടുക്കുന്നത് അതിനെ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാത്രമേ അവരെല്ലാവരും വിശ്വസിക്കുള്ളൂ. ദേ നെവർ കോംപ്രമൈസ് ദെയർ വാല്യൂസ്. അവർ ഒരു കാരണവശാലും അവരുടെ മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല. ആൻഡ് വിൽ ഡൂ ദ റൈറ്റ് തിങ്. എപ്പോഴും ശരിയായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർ എൻഗേജ്ഡ് ആവുക. ഈവൻ ഡ്യൂറിങ് ആഡ്വേഴ്സ് സിറ്റുവേഷൻ. അവർക്ക് ഫേസ് ചെയ്യേണ്ടത് അത്ര തന്നെ നല്ലതല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരുടെ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ശരിയായ കാര്യങ്ങൾ മാത്രവും ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽസ് ആർ ഹംബിൾ ആൻഡ് ഇഫ് എ പ്രൊജക്റ്റ് ഓർ ജോബ് ഫോൾസ് ഔട്ട്സൈഡ് ദെയർ സ്കോപ്പ് ഓഫ് എക്സ്പെർട്ടൈസ്. ഇനി ചില സമയങ്ങളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അവരുടെ എക്സ്പെർട്ടൈസിനും അപ്പുറത്തായിരിക്കാം. ദേ ഹാവ് ദ ഹോണസ്റ്റി ടു അഡ്മിറ്റ് ദെയർ ഇൻഎബിലിറ്റി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഴിവിനേക്കാൾ നമുക്ക് പറ്റാത്തൊരു കാര്യത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വർക്കാണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർക്ക് വളരെ സത്യസന്ധമായിട്ട് ആ കാര്യം അവർക്ക് പറയാവുന്ന അവരുടെ ആ പോരായ്മ, ആ ഒരു ഇൻഎബിലിറ്റി അവർക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ദേ ഹാവ് നോ ഹെസിറ്റേഷൻ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ ദേ നീഡ്. മാത്രമല്ല അവരൊരു സഹായത്തിന് വേണ്ടിയിട്ട് വേറൊരാളേനെ അവരുടെ ഉപദേശം തേടാനും സഹായം തേടാനും ഒക്കെ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. ദേ ഓൾവേസ് റെഡി ടു ലേൺ മോർ അതേഴ്സ്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞ ഇനീഷ്യേറ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പ്രൊഫഷണൽസ് എപ്പോഴും ഒരു മുൻകൈ എടുക്കുക, എല്ലാ കാര്യങ്ങളിലും ഇനീഷ്യേറ്റീവ് ആവുക, ഒന്നിലും ബാക്കിലേക്ക് പോവാതെ ഏതൊരു വർക്കും നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നയിക്കാൻ
കഴിവുള്ള ഒരാളായി മാറും. ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ഒരു പുതിയ ജോബിനെ സീക്ക് ചെയ്യാനും ഒക്കെ മുൻകൈ എടുക്കുന്ന ഒരാളായിരിക്കും ഒരു നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ ഒരു പ്രൊഫഷണൽ സെയിൽസ്മാൻ പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെപ്പോഴും ഓർഗനൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിസ്പ്ലേസ് കൊണ്ടുവന്ന് വെക്കുക, ആൻഡ് അവരുടെ റുട്ടീൻ ക്ലീനിങ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. അവരുടെ കസ്റ്റമേഴ്സ് ഒന്നും അവിടെ ഇല്ലെങ്കിൽ പോലും അവർ ഈ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് പറയുന്നത്. പ്രൊഫഷണൽസ് ക്യാൻ ഓൾസോ മേക്ക് യൂസിങ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്. കൂടാതെ അവർക്കുള്ള ഒരു ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാം. ആൻഡ് അറ്റൻഡിങ് വർക്ക്ഷോപ്സ്, കോൺഫറൻസുകൾ, മെൻറ്ററിങ് എ ന്യൂ എംപ്ലോയി, പുതിയൊരു എംപ്ലോയിനെ മെൻറ്റർ ചെയ്തെടുക്കുക, ഇതെല്ലാം ഒരു പ്രൊഫഷണലിന് ചെയ്യാവുന്നൊരു കാര്യങ്ങളാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് മിസ്റ്റേക്സ് ഓർ പ്രോബ്ലംസ് ആൻഡ് വർക്കിംഗ് ഫോർ എ സൊല്യൂഷൻ. എന്ത് പ്രോബ്ലംസ് വരികയാണെങ്കിലും അതിനെ ധൈര്യപൂർവ്വം തന്നെ സ്വീകരിക്കുക. എന്ത് മിസ്റ്റേക്കുകളാണെങ്കിലും അത് സ്വീകരിക്കുകയും അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അക്കൗണ്ടബിൾ ആവുന്നത്. അപ്പോൾ പ്രൊഫഷണൽസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, അവരുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എസ്പെഷ്യലി വെൻ ദേ കമ്മിറ്റഡ് മിസ്റ്റേക്ക്, ഒരു തെറ്റ് കൂടി അവർ സംഭവിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു മിസ്റ്റേക്കിനെ അവർ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ, അതിനൊരു സൊല്യൂഷനും അവർ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെൽഫ് റെഗുലേഷൻ ആണ്. ഏഴാമത്തെ പോയിന്റിൽ സെൽഫ് റെഗുലേഷൻ. പ്രൊഫഷണൽ ബിഹേവ് ആസ് എ ട്രൂ പ്രൊഫഷണൽ അണ്ടർ പ്രഷർ സിറ്റുവേഷൻസ്. ചിലപ്പോൾ നമുക്ക് അത്ര നല്ല ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും അല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുക, എങ്കിൽ പോലും നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ, ട്രൂ പ്രൊഫഷണൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നതാണ് പറയുന്നത്. സ്വമേധയാ തന്നെ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുക. ഫോർ ഇൻസ്റ്റൻസ്, ഇമാജിൻ ഹൗ എ കസ്റ്റമർ സർവീസ് എംപ്ലോയി ഹാൻഡിൽസ് ആൻ ഇറിറ്റേറ്റഡ് കസ്റ്റമർ. ചില സമയത്ത് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജോബായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു കസ്റ്റമർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരോട് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ പോലും നമ്മൾ സെൽഫായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് അപ്സെറ്റ് ഓർ ആംഗ്രി, അവരോട് ഒരിക്കലും നമ്മൾ അപ്സെറ്റ് ആവുകയോ ആംഗ്രി, ദേഷ്യം കാണിക്കുകയോ ചെയ്യരുത്. ദ എംപ്ലോയി എക്സിബിറ്റ്സ് ട്രൂ പ്രൊഫഷണലിസം ബൈ മെയിൻറ്റെയിനിങ് എ കാം ബിസിനസ് ലൈക്ക് ബിഹേവിയർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും അവിടെ ഒരു പ്രൊഫഷണൽ ചെയ്യേണ്ടത് ആ സിറ്റുവേഷനെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാം. ബിസിനസ് ലൈക്ക് ബിഹേവിയർ ആൻഡ് ഡു എവ്രിതിങ് ദാറ്റ് ഹി ക്യാൻ മേക്ക് ദ സിറ്റുവേഷൻ റൈറ്റ്. ആ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന്, ഒരു പ്രൊഫഷണലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ജെന്യുവിൻ പ്രൊഫഷണൽസ് എപ്പോഴും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പൂർവാധികം എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു റെസ്പെക്റ്റ്, ബഹുമാനം കൊടുക്കാൻ ശ്രമിക്കും. നോ മാറ്റർ വാട്ട് ദ റോൾ ഓർ സിറ്റുവേഷൻ. ചിലപ്പം അവരവരുടെ റോളോ സിറ്റുവേഷനോ പൊസിഷനോ ഒന്നും നോക്കിയിട്ടാവില്ല, എങ്കിലും അവരെപ്പോഴും തങ്ങളോട് അടുത്തിടപഴകുന്ന തങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും അവർക്ക് വേണ്ടി റെസ്പെക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. They exhibit a high degree of emotional intelligence by considering the emotions and needs of others. അവരെപ്പോഴും അവരുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് EQ, ഇമോഷണൽ ഇൻ്റലിജൻസ്. ബൈ കൺസിഡറിങ് ദ ഇമോഷൻ, അവർക്ക് ചുറ്റുമുള്ള ആളുകളെ, അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുക. അവരുടെ ഇമോഷൻസ്, അവരുടെ നീഡ്സ്, അതിനെല്ലാം കൺസിഡർ ചെയ്യാൻ വളരെയധികം കാര്യപ്രാപ്തിയുള്ള ആളുകളാണ് ഈ ഒരു പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ആൻഡ് എട്ടാമത്തെ പോയിന്റിൽ ഇമേജ്. ഇമേജ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജിനെ കാത്തു സൂക്ഷിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ അവർ കാണപ്പെടുന്നത്. ദേ ഡ്രസ് കെയർഫുള്ളി വിത്ത് വെൽ കോംഡ് ഹെയർ. ഇനി അവരെങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ വേഷവിധാനം ചെയ്ത ഒരാൾ, നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി ഒതുക്കി, ദേ ആർ പൊളിഷ്ഡ് ആൻഡ് ദേ ഡ്രസ് അപ്രോപ്രിയേറ്റ്ലി ഫോർ ദ സിറ്റുവേഷൻ. അവർക്കുള്ള ജോബ് എന്താണോ ആ ജോബിൻ്റെ മഹിമ വിളിച്ചോതുന്ന തരത്തിലുള്ള വസ്ത്ര സംവിധാനങ്ങളായിരിക്കണം ഓരോ പ്രൊഫഷണൽസും ഉണ്ടായത്. ഇപ്പം നമുക്കറിയാം, ഒരു ലോയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീതി നമ്മുടെ മനസ്സിലുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അവരവരുടെ ജോലിക്ക് നിരക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെയാണ്
ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായി മാറുകയും ഒരു ഇമേജ് പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. കാരണം ആ ഒരു ഇതിൽ തന്നെയാണ് ദേ ഷോ മച്ച് കോൺഫിഡൻസ്, ദേ ഗെയിൻ റെസ്പെക്ട് ഫോർ ദിസ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാൽ അവരാദരിക്കപ്പെടാനും നല്ലൊരു കോൺഫിഡൻസ് അവിടെ കിട്ടാനും ഒക്കെ ഒരു സാധ്യത വരുന്നു എന്നുള്ളതാണ് പ്രൊഫഷണൽസിൻ്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് പറയുന്നത്. കാരണം ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉള്ള ആ ഒരു ഡോക്ടറാണെന്ന് നമുക്ക് കാണുമ്പം നമുക്ക് അവരെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ലോയർ, ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പം ആ ഒരു ഇമേജ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്താണ് പ്രൊഫഷണലിസം, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ തന്നെ പ്രൊഫഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, 9 പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8 പോയിന്റ്, 9 അല്ല 8 പോയിന്റ് കൂടിയിട്ട് നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റുകളും എല്ലാവർക്കും വളരെ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്